ഇവിടെ ഒരു പെൺകുട്ടിക്ക് വിചിത്രമായ രോഗമുണ്ട്. അവൾ കരഞ്ഞാൽ കണ്ണുനീരല്ല വരുന്നത്, പകരം നൂഡിൽസ് ആണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദിവസമാണ്. ജോലി പോയതിൽ അവൾ വളരെ ദുഃഖിതയായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്ന അവൾ ജോലിയില്ലാതെ തൻ്റെ ഫാമിലി എങ്ങനെ സർവൈവ് ചെയ്യുമെന്നോർത്ത് കൂടുതൽ വിഷമിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ അവളെ കൂടാതെ വയ്യാത്ത അമ്മയും ഒരു പട്ടിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓർത്ത് അവൾ കരയുന്നതിനിടയിൽ പെട്ടെന്നൊരു പീസ് നൂഡിൽസ് ഇവളുടെ കണ്ണിൽ നിന്ന് ടേബിളിൽ വീണു. ഇത് കണ്ട് ഷോക്കായെങ്കിലും അവൾ അതെടുത്ത് കഴിച്ചു. അവൾക്കത് വളരെ നല്ല രുചിയായി തോന്നി. അവൾ ഒരു പ്ലേറ്റിൽ അവളുടെ അമ്മയ്ക്കും നൂഡിൽസ് രുചി നോക്കാൻ കൊടുക്കുന്നു. അമ്മയും ഇത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ അവൾക്കൊരു ബിസിനസ് ഐഡിയ തോന്നുന്നു. അവൾ റോഡ് സൈഡിൽ ഒരു സ്റ്റോർ ഇട്ട് നൂഡിൽസ് വിൽക്കാൻ തുടങ്ങി. ബിസിനസ് വൻ വിജയമായി മാറി. അവൾ ഒരുപാട് പണം അതിൽ നിന്നുണ്ടാക്കി. എന്നാൽ ഒരു ദിവസം അവളുടെ കണ്ണിൽ നിന്ന് നൂഡിൽസ് വരുന്നു നിന്നു. കരയാനായി അവൾ മതിൽ കാലുകൊണ്ട് ആഞ്ഞു തട്ടി. കരയ്ക്കും സിനിമകൾ കണ്ടു. എന്തിന് വീട്ടിൽ വില കൂടിയ ഐറ്റംസൊക്കെ പൊട്ടിക്കാനൊക്കെ തുടങ്ങി. എന്നാലും നൂഡിൽസ് മാത്രം വന്നില്ല. അപ്പോൾ അവളുടെ മനസ്സിലൊരു ആശയം തോന്നി. ചിലപ്പോൾ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടാൽ മാക്സിമം വേദന തോന്നുമായിരിക്കും. അതിനായി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി അവളുടെ പട്ടിയെ കാട്ടിൽ കൊണ്ട് കളയുന്നു. അവൾ തിരിച്ചു വരുന്നതിനിടയിൽ നൂഡിൽസ് വീണ്ടും കണ്ണിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ അവൾ വീണ്ടും ബിസിനസ് പുനരാരംഭിക്കുന്നു. അവളുടെ നൂഡിൽസ് നാട്ടിലാകെ ഫേമസ് ആവുകയാണ്. ഇതറിഞ്ഞെത്തുന്ന ഒരു കോടീശ്വരൻ അവളെ അയാളുടെ ബിസിനസ് പാർട്ണർ ആക്കുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടി തന്നെ നഷ്ടപ്പെട്ട ഡോഗിനെയും മരിച്ചുപോയ അമ്മയെയും ഫോട്ടോ നോക്കി ഒരുപാട് വിതുമ്പി കരയുകയാണ്. ഒരുപാട് നൂഡിൽസ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അവൾ ഫുൾഫിൽ ചെയ്യുന്നു.